അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കണെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കഥ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുവിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ ഏറ്റവും പ്രഗത്ഭരായ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന അദ്ദേഹം അടിമത്തം നിരോധിച്ചതുൾപ്പെടെയുള്ള പുരോഗമനപരമായ ധാരാളം നിയമങ്ങൾ അവിടെ നടപ്പിൽ വരുത്തിയിരുന്നു. 1865 ഏപ്രിൽ 15-ാം തീയതി ജോൺ വിൽക്കീസ് ബൂത്ത് എന്നയാളുടെ വെടിയേറ്റ് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നു. അമേരിക്കയിലെ കള്ളനോട്ട് ഇടപാട് നടത്തുന്നവരെ പിടികൂടുന്നതിനായി അമേരിക്കൻ സീക്രട്ട് സർവീസിന് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അത്. എന്നാൽ ആ ഉത്തരവനുസരിച്ചുള്ള നടപടികൾ ആരംഭിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അടക്കവും കഴിഞ്ഞിരുന്നു. അമേരിക്കയിലെ അക്കാലത്തെ ഏറ്റവും വലിയ കള്ളനോട്ട് ഇടപാടുകാരനായിരുന്നു ജെയിംസ് ബിഗ് ജിം. ബിഗ് ജിമ്മിൻ്റെ വലം കൈയായി പ്രവർത്തിച്ചിരുന്ന ബെഞ്ചമിൻ ബോയ്ഡ് എന്നയാളായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി കള്ളനോട്ട് ഇടപാടുകൾ നടത്തിയിരുന്നത്. എന്നാൽ ലിങ്കൻ്റെ പുതിയ ഉത്തരവനുസരിച്ച് പോലീസ് ബോയ്ഡിനെ പിടികൂടി ജയിലിലടച്ചു. അതോടുകൂടി ബിഗ് ജിമ്മിൻ്റെ ഇടപാടുകളിൽ വലിയൊരു ഭാഗം നഷ്ടമായി. ബോയ്ഡിനെ വിട്ടുകിട്ടുന്നതിനും തനിക്ക് നഷ്ടം സംഭവിച്ച തുക ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഈടാക്കിയെടുക്കുന്നതിനുമായി ബിഗ് ജിമ്മും കൂട്ടരും ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതായത് ലിങ്കൺ കൊണ്ടുവന്ന നിയമമാണല്ലോ ബിഗ് ജിമ്മിൻ്റെ ഇടപാടുകൾ തകർത്തത്. അതുകൊണ്ട് ലിങ്കൻ്റെ ശവശരീരം തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കുക, എന്നിട്ട് അത് വെച്ച് ഗവൺമെൻറ്റുമായി വിലപേശുക. ഇതായിരുന്നു അവരുടെ പദ്ധതി. അതിനായി ബിഗ് ജിം ഇതിന് പറ്റിയ 2 ആളുകളെ റിക്രൂട്ട് ചെയ്തു. അമേരിക്കയിൽ അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരാനുള്ള സമയമായിരുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ ബോഡി തട്ടിയെടുക്കാൻ അവർ പ്ലാൻ ചെയ്തു. കാരണം അന്ന് ജനങ്ങളും ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം റിസൾട്ടിൻ്റെ പുറകെ ആയിരിക്കും. അതുകൊണ്ട് അന്നാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ബോഡി തട്ടിയെടുത്ത് ഒളിപ്പിക്കാൻ സാധിക്കുമെന്നവർ കണക്കുകൂട്ടി. എന്നാൽ ഈ പ്ലാനിനൊരു കുഴപ്പമുണ്ടായിരുന്നു. അതായത് ഒരു ശവശരീരം തട്ടിയെടുക്കുന്നത് സംബന്ധിച്ച് സംഘത്തിനുണ്ടായിരുന്ന ആർക്കും ഒരറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബിഗ് ജിം ഇതിൽ മുൻപരിചയമുള്ള ഒരാളെ തിരയാൻ തുടങ്ങി. ഒടുവിൽ ലൂയിസ് സ്വെഗ്ലസ് എന്നൊരാളെ ബിഗ് ജിം കണ്ടെത്തി. ഡെഡ് ബോഡി തട്ടിക്കൊണ്ടുപോകുന്നതിൽ ഒരു വിദഗ്ധനാണ് താനെന്നാണ് സ്വെഗ്ലസ് അവകാശപ്പെട്ടത്. തൻ്റെ സഹായിയായി ബിൽ നീലി എന്ന മറ്റൊരാളെയും സ്വെഗ്ലസ് ഒപ്പം കൂട്ടി. അങ്ങനെ അവർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. 1876 നവംബർ 6-ാം തീയതി രാത്രി ബിഗ് ജിം ആദ്യം തിരഞ്ഞെടുത്ത 2 പേരും പിന്നെ സ്വെഗ്ലസും നീലിയും അങ്ങനെ അവർ 4 പേരും വലിയൊരു ബാഗ് നിറയെ ഡെഡ് ബോഡി തട്ടിയെടുക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി സ്പ്രിംഗ് ഫീൽഡിലേക്കുള്ള ട്രെയിൻ കയറി. സ്പ്രിംഗ് ഫീൽഡിലാണ് എബ്രഹാം ലിങ്കൻ്റെ ബോഡി അപ്പോൾ അടക്കം ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ബിഗ് ജിം അറിയാത്ത മറ്റ് ചിലർ കൂടി അതേ ട്രെയിനിൽ അപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ സീക്രട്ട് സർവീസിലെ ചില ഉദ്യോഗസ്ഥരായിരുന്നു അത്. ബിഗ് ജിമ്മിന് അറിയാത്ത ഒരു പ്രധാന കാര്യം അവരുടെ ടീമിലുണ്ടായിരുന്നു. അതായത് സ്വെഗ്ലസും നീലിയും സീക്രട്ട് സർവീസിന് വിവരങ്ങൾ ചോർത്തി നൽകുന്ന പ്രധാന ഇൻഫോർമർമാരായിരുന്നു. അങ്ങനെ 2 സംഘങ്ങളും സ്പ്രിംഗ് ഫീൽഡിലെത്തി. അവർ ലിങ്കനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സ്വെഗ്ലസ് മനഃപൂർവ്വം തൻ്റെ ടീമിനെ ഒരല്പം വൈകിപ്പിച്ചു. ആ സമയം കൊണ്ട് സീക്രട്ട് സർവീസിലെ ഉദ്യോഗസ്ഥർ ലിങ്കൻ്റെ ശവകുടീരത്തിനുള്ളിലെ ഇരുട്ട് നിറഞ്ഞ പല ഭാഗങ്ങളിലായി ഒളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വെഗ്ലസും കൂട്ടരും അതിനുള്ളിലെത്തി. അവർ ഡെഡ് ബോഡി കുഴിച്ചെടുക്കുന്നതിനുള്ള പണി തുടങ്ങി. അതീവ സുരക്ഷയിൽ സൂക്ഷിച്ചിരുന്ന ആ കല്ലറ തുറക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. എങ്കിലും കഷ്ടപ്പെട്ട് അവരത് തുറന്നു. ബോഡിയുമായി അവർ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവരെ വളഞ്ഞു പിടിക്കാനായിരുന്നു സീക്രട്ട് സർവീസ് ചീഫിൻ്റെ പ്ലാൻ. അതിനായി ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു വെടിശബ്ദം അവിടെ കേട്ടു, കൂടെ ആളുകൾ ഓടുന്ന ശബ്ദവും. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ചീഫ് ചാടി പുറത്തേക്ക് ഇറങ്ങി. ഇരുട്ടിൽ കുറച്ചുപേർ മറയുന്നത് അദ്ദേഹം കണ്ടു. ഉടനെ അദ്ദേഹം അങ്ങോട്ടേക്ക് വെടിവെച്ചു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ തിരിച്ചും വെടിവെച്ചു. ഹേയ്, ആരെങ്കിലും ഇങ്ങോട്ട് വരൂ, തനിക്ക് സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചീഫ്, ഇത് താങ്കളായിരുന്നു? ഇത് ഞങ്ങളാണ്, ഇവിടേക്ക് വെടിവെക്കരുത്. മറുപടി കേട്ട അദ്ദേഹത്തിന് അത് തൻ്റെ സഹപ്രവർത്തകരാണെന്ന് മനസ്സിലായി. സംഭവം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഒളിച്ചിരുന്ന സമയത്ത് സീക്രട്ട് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിലെ തോക്കിൽ നിന്നും അബദ്ധത്തിൽ ഒരു വെടി പൊട്ടിയതായിരുന്നു. പെട്ടെന്ന് അവിടെ എല്ലാവരും ഭയന്ന് ഓടാൻ തുടങ്ങി. അതിനിടയിൽ ബോഡി തട്ടിയെടുക്കാൻ വന്നവർ കടന്നു കളഞ്ഞിരുന്നു. ഇരുട്ടായതുകൊണ്ട് കാണാൻ കഴിയാതെ സീക്രട്ട് സർവീസിലെ ഉദ്യോഗസ്ഥർ പരസ്പരം വെടിവെക്കുകയായിരുന്നു. ലിങ്കൻ്റെ ബോഡി കൊണ്ടുപോകുന്നത് തടയാൻ കഴിഞ്ഞെങ്കിലും കുറ്റവാളികളെ പിടികൂടാൻ കഴിയാഞ്ഞതിൽ ചീഫിന് നിരാശ തോന്നി. എന്തായാലും ബിഗ് ജിമ്മിൻ്റെ പദ്ധതി പാളിപ്പോയി. കുറ്റവാളികളെ പിന്നീട് പിടികൂടിയെങ്കിലും വീണ്ടും മറ്റ് സംഘങ്ങൾ ലിങ്കൻ്റെ ബോഡി കടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം പെട്ടെന്നൊന്നും തുറക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺക്രീറ്റ് കവചമുണ്ടാക്കി അതിനുള്ളിൽ അടക്കം ചെയ്യേണ്ടി വന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റു സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.